friends, welcome to shameeskitchen. എല്ലാവർക്കും സുഖാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ? നേന്ത്രപ്പഴം കൊണ്ടുള്ള ഒരു സ്നാക്ക് ആണ്. നേന്ത്രപ്പഴം വെച്ചിട്ട് നമുക്ക് ഒരുപാട് സ്വീറ്റ്സും അതുപോലെ തന്നെ ഒരുപാട് സ്നാക്സ് ഒക്കെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ വളരെ രുചികരമായിട്ടുള്ള ഒന്നാണ് ഈ പഴം നിറവ് എന്ന് പറയുന്നത്. പഴം നിറവ് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ആ ഒരു കറക്റ്റ് ആ ഒരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ കറക്റ്റ് രുചിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ചെറിയ കുഞ്ഞു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പോകണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടിപ്സും ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട്. അതൊന്ന് മിസ്സായിരിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. എന്നിട്ട് ആ തൊട്ടിട്ട് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോയാലോ. നമ്മുടെ ഈ പഴം നിറവ് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് നെയ്യാണ്. ഇതുപോലെ 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയം പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 7-8 അണ്ടിപ്പരിപ്പ് എടുത്തിട്ട് ഒന്ന് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൂടി ചേർക്കുകയാണ്. അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിയിൽ തന്നെ എല്ലാം കൂടി ഒന്ന് വറുത്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ കളർ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങിയാൽ മതിയാവും. ഒരുപാട് കളറ് മാറി കിട്ടണം എന്നുള്ള ആവശ്യമില്ല, കാരണം പിന്നീട് കളറൊക്കെ നല്ലതുപോലെ മുരിഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ ഈ ഒരു രീതിക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ചൂടായി തുടങ്ങുന്ന ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മുന്തിരിയും ചേർക്കാവുന്നതാണ്. ഇതുപോലെ ഈ ഒരു അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ മുന്തിരി എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ. അതായത് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന നട്ട്സൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ്. അത് കൂടുതലോ കുറവോ വേണം എന്നുള്ളതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. കൂടുതൽ ചേർക്കും തോറും കൂടുതൽ രുചികരമായിട്ടുണ്ടാവും. അപ്പോൾ മുന്തിരിയും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് ചൂടാകട്ടെ. ഇതുപോലെ ഒന്ന് ചൂടായി തുടങ്ങുന്ന ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് 1 ടീസ്പൂൺ അളവിൽ കസ്കസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കസ്കസ് ഒന്നും ഫസ്റ്റിൽ ചേർക്കേണ്ട ആവശ്യമില്ല, ഈ ഒരു സമയം മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് ഇതെല്ലാം കൂടി വീണ്ടും ഒന്ന് വറുത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ കളറൊന്ന് ലൈറ്റായിട്ട് മാറട്ടെ. വളരെ കുറച്ച് സമയം ഇതൊന്ന് വറുത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ മുന്തിരി എല്ലാം ഇതുപോലെ ഇങ്ങനെ ബോൾ പോലെ ഇങ്ങനെ പെരുകി വരും. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 150 ഗ്രാം അളവിൽ ചിരകിയ തേങ്ങ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ആ തേങ്ങ ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. തേങ്ങയും ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് വറുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയെല്ലാം നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയതിനു ശേഷം മാത്രമേ നമ്മുടെ ഈ തേങ്ങ ചിരകിയത് ചേർക്കാൻ വേണ്ടി പാടുള്ളൂ. വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ നമ്മുടെ ഈ പഴം നിറവെന്ന് പറയുന്നത്. നമ്മുടെ ഈ തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഞാനിപ്പോൾ ഇതൊന്ന് വറുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ആ തേങ്ങയുടെ ആ ഒരു നനവൊക്കെ ഉണ്ടല്ലോ അതൊന്ന് മാറി ഇതുപോലെ ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാരയും കൂടി. അപ്പോൾ ഇതുപോലെ ഒരു 4 ടേബിൾ സ്പൂൺ അളവിലാണ് ഞാനിപ്പോൾ പഞ്ചസാര ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത് തന്നെ ധാരാളം മതിയാവും. ഒരുപാട് പഞ്ചസാരയുടെ ആവശ്യമില്ല, കാരണം നമ്മുടെ പഴം നല്ല പഴുത്തത് എടുക്കുമ്പോഴത്തേക്കും ആ മധുരം നമുക്ക് അതിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് മധുരമൊക്കെ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ കുറഞ്ഞ അളവിൽ ചേർക്കാവുന്നതാണ്. പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒരു 2 മിനിറ്റോളമെങ്കിലും നമ്മളിതുപോലെ ഒന്ന് വറുത്ത് കൊടുക്കണം. അത്രയും സമയം കൊണ്ട് ഈ പഞ്ചസാര ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ചൂടായ ഒരു കാരമലൈസായിട്ട് വരും. അതാണ് നമ്മുടെ ഈ പഴം നിറവിൻ്റെ ആ മിക്സിൻ്റെ ആ ഒരു കറക്റ്റ് പരുവം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഫ്ലെയിം എല്ലാ സമയത്തും ഇപ്പോൾ മീഡിയത്തിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം ഫ്ലെയിമൊക്കെ ഉണ്ട്. ആ ഒരു രീതിക്ക് തന്നെ നമ്മളിത് വെച്ച് ഒന്ന് വറുത്തെടുത്തേക്കണം. ഇതിപ്പോൾ ഒരു 2 മിനിറ്റോളം നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് വറുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് എല്ലാം വറുത്തൊന്ന് യോജിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടി. ആ ഏലക്ക പൊടിച്ചതാണ് നമ്മുടെ ഈ പഴം നിറവിൻ്റെ ആ മിക്സിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതായത് ഏലക്ക പൊടി ചേർക്കാതെ നമ്മൾ തയ്യാറാക്കാനേ പാടില്ല. നല്ലൊരു ഫ്ലേവർ ഉണ്ടാവണം. അപ്പോൾ അതിന് മസ്റ്റായിട്ട് ഏലക്ക പൊടി ചേർത്തേക്കണം. ഇപ്പോൾ നമ്മുടെ കൈവശം മുഴുവൻ ഏലക്കാനുള്ളതെങ്കിൽ അതൊന്ന് ചെറുതായിട്ടൊന്ന് തല്ലി ചതച്ചതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്തേക്കണം കേട്ടോ. ഏലക്ക അങ്ങനെ ഇളക്കി ചേർക്കരുത്, ഇതിലേക്ക് ആ ഫ്ലേവർ കറക്റ്റായിട്ട് ഇതിൽ കിട്ടില്ല, അതിൻ്റെ പേരിലാണ്. അപ്പോൾ ഏലക്ക പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ്. ഇത് തന്നെ മതി കേട്ടോ. നമ്മുടെ മിക്സ് ഇപ്പോൾ കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്, നമ്മുടെ ആ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാം.
നന്നായിട്ട് പഴുത്ത പഴം വേണം നമുക്കിതിനായിട്ട് ആവശ്യമായിട്ടുള്ളത്. അതായത് ഇതുപോലെ ഇത്രയും പഴുക്കാതെ ചെറുതായിട്ട് ലൈറ്റായിട്ടുള്ള ഒരു യെല്ലോയിഷ് കളറ് മാത്രമുള്ള പഴം ഉണ്ടല്ലോ, അതാകുമ്പോഴത്തേക്കും നല്ല ഹാർഡായിരിക്കും. നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു മധുരവും നമ്മുടെ ഈ പഴം നിറവിനുണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ ഈ പഴത്തൊലി ചെറിയ രീതിയിലൊന്ന് കറുത്ത് തുടങ്ങുന്ന ആ ഒരു സമയത്തുള്ള പഴമാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പഴം തയ്യാറ അളവിലുള്ള എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിന് ചെറിയൊരു മിക്സും കൂടി ഒന്ന് തയ്യാറാക്കി എടുക്കണം, ഇതൊന്ന് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ചെറിയൊരു ബൗളിലേക്ക് നമുക്ക് ഒരു 2 സ്പൂൺ നിറയെ, അതായത് അത്യാവശ്യം വലിയ സ്പൂണിന് തന്നെ ഒരു 2 സ്പൂൺ നിറയെ മൈദാമാവ് എടുത്തിട്ടുണ്ട്, അത് ചേർക്കാം. മൈദാമാവിനോടൊപ്പം തന്നെ പിന്നെ നമുക്ക് വേണ്ടതാണ് 1 സ്പൂൺ നിറയെ കുറച്ച് അരിപ്പൊടിയും കൂടി. പച്ചരിപ്പൊടിയാണ് കേട്ടോ, വറുത്ത പച്ചരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഫില്ലിങ് വന്നിട്ട് നമ്മുടെ അളവിനനുസരിച്ചിട്ട് എടുത്താൽ മതിയാവും. അതായത് എത്രത്തോളം പഴമുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള ഫില്ലിങ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂണിന് അളവിൽ പഞ്ചസാരയും കൂടി ചേർക്കുകയാണ്. ഒരുപാട് മധുരം നമുക്ക് ഈ ഫില്ലിങ്ങിനായിട്ട് ആവശ്യമില്ല, കാരണം നമ്മുടെ ആ പഴനിറവിലുള്ള ആ ഒരു മധുരം തന്നെ ഇതിലേക്ക് വന്നുകൊള്ളും. എങ്കിലും കുറച്ച് മധുരം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുണ്ട്, അതിൻ്റെ പേരിൽ ഒരല്പം മാത്രം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതായത് ഒരുപാട് ലൂസായി പോകാൻ പാടില്ല, നല്ല കട്ടിക്കായിട്ടുള്ള ഒരു ബാറ്റർ വേണം നമ്മളിത് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇതെല്ലാം മിക്സ് ചെയ്തെടുത്ത് ഈ ഒരു രീതിക്ക് ഇത്രയും കട്ടിയായിട്ടുള്ളൊരു ബാറ്ററാണ് കേട്ടോ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഒരുപാട് ലൂസായി പോകാൻ വേണ്ടി പാടില്ല, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. അപ്പോൾ ഇതുപോലെ നമ്മുടെ ബാറ്റർ ഒന്ന് റെഡിയായി കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഈ പഴത്തിനുള്ളിലേക്ക് നമ്മുടെ ഫില്ലിംഗ് ഒന്ന് നിറയ്ക്കണം. ഇനി നമുക്ക് വേണ്ടത് ഈ പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ പഴത്തിൻ്റെ ചെറിയൊരു ഉന്തലുള്ള ഭാഗമുണ്ട്, അതുപോലെ തന്നെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു കുഴിഞ്ഞ ഭാഗമുണ്ട്. അപ്പോൾ ഈ 2 സൈഡും എല്ലാം നമ്മളിതൊന്ന് കട്ട് ചെയ്യേണ്ടത്. ഇതിങ്ങനെ ചരിച്ചിങ്ങനെ വെക്കുമ്പോൾ ഉള്ള ആ ഒരു ഭാഗത്തേക്ക് ചെറുതായിട്ട് ഒരു കത്തി കൊണ്ട് കുത്തി കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതായത് ഇതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്യരുത്, അതുപോലെ തന്നെ ഇതിൻ്റെ തുമ്പ് ഭാഗം കട്ട് ചെയ്യാൻ പാടില്ല, സെൻറ്ററിൽ മാത്രം കട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഈ ഒരു രീതിക്ക് ഇതൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതിനുള്ളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് നിറയ്ക്കാവുന്നതാണ്. മാക്സിമം നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ അതൊന്ന് പൊട്ടാതെ, പഴം പൊട്ടാത്ത രീതിയിൽ ഒന്ന് ഫില്ലിങ് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു രീതിക്ക് ഫില്ലിംഗ് എല്ലാം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് ഇതിന് മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം. അതായത് ഇങ്ങനെ ഒരുപാടൊന്നും വേണ്ട ആവശ്യമില്ല, നമ്മളിതൊന്ന് കവർ ചെയ്യാൻ മാത്രം, അതായത് ഈ ഫില്ലിംഗ് പുറത്തേക്ക് പോകാതെ ഇരിക്കാനും മാത്രം ആവശ്യമുള്ള ആ ഒരു മിക്സ് വേണം ഇതിന് മുകളിലേക്ക് വെക്കാനായിട്ട്. ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാ പഴത്തിലേക്കും ഫില്ലിംഗ് എല്ലാം നിറച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഒരു തവ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. എപ്പോഴും നമ്മൾ ഈ പഴനിറവ് അതിൻ്റെ ആ ഒരു തനതായ രുചി കിട്ടണമെങ്കിൽ നെയ്യിൽ തന്നെ നമ്മൾ തയ്യാറാക്കണം. ഇനിയിപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് നെയ്യ് ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, സാധാരണ എണ്ണയിൽ നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാവുന്നതാണ്. നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയം നമ്മളിതാ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ബാറ്റർ ഇങ്ങനെ മുകളിലേക്ക് വരുന്ന രീതിയിൽ വേണം ഫസ്റ്റ് നമ്മൾ വെക്കാനായിട്ട്. ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്ന് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഒന്ന് സൂക്ഷിച്ച് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തേക്കണം. ഫ്ലെയിം എല്ലാ സമയത്തും ഒന്ന് മീഡിയത്തിൽ വെച്ചിരുന്നാൽ മതിയാവും. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്കിത് എടുക്കാവുന്നതാണ്. വളരെ രുചികരമായിട്ടും എളുപ്പത്തിലും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരമാണ് കേട്ടോ ഇത്. വളരെ എളുപ്പത്തിൽ നമ്മുടെ ഈ പഴനിറവ് നമ്മൾ തയ്യാറാക്കിയില്ലേ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെയാണ് കഴിക്കാനും വളരെ രുചികരമായിട്ടുള്ള ഒന്നാണ് കേട്ടോ. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. അപ്പോൾ ഇവിടെ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫായിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.